ഞാൻ ഡോക്ടർ ജെ ശ്രീകുമാർ, ഉപാസന ഹോസ്പിറ്റലിലെ ചീഫ് ന്യൂറോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയം ഓർമ്മക്ഷയ രോഗത്തെക്കുറിച്ചാണ്. സെപ്റ്റംബർ 21 ലോകമെമ്പാടും അൽഷിമേഴ്സ് രോഗ ദിനമായി ആചരിക്കുന്ന അവസരത്തിൽ ഈ അൽഷിമേഴ്സ് രോഗം ലോകത്തെമ്പാടും ആയി ഇതുവരെ 50 മില്യൺ ആൾക്കാരിൽ കൂടുതൽ അഫക്റ്റഡ് ആയിട്ടുണ്ട്. ഇത് 150 മില്യൺ 2050 എത്തിച്ചേരുമെന്നാണ് കണക്ക്. ഇതൊരു ചെറിയ കണക്കല്ല. കാര്യം ആരോഗ്യരംഗത്തെ പിടിച്ചുലയ്ക്കുന്ന ഒരു കണക്കാണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങളെ സംബന്ധിച്ച് തോന്നും 50 മില്യൺ 150 മില്യൺ 2050 ഒരു വലിയ പ്രശ്നമല്ലല്ലോ എന്ന്. പക്ഷേ ഈ രോഗികളും ഈ രോഗിയെ ചികിത്സിക്കുന്ന രോഗിയേക്കാൾ ഉപരി രോഗിയെ ചികിത്സിക്കുന്ന ബൈസ്റ്റാൻഡേഴ്സുമാണ് സഫർ ചെയ്യുന്നത്. കാര്യം ഈ രോഗികളുടെ ആയുർദൈർഘ്യത്തിൽ വലിയ കുറവ് വരില്ല. അത് കാരണം ഇവരുടെ എണ്ണം പെരുകിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ഗ്രേയിങ് നേഷനാണ്. നമ്മളിപ്പോൾ ലോക ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യയെ പോലൊരു വികസ്വര രാജ്യത്തിന് ഒരിക്കലും ഇതിൻ്റെ ചെലവ് താങ്ങാനുള്ള ശക്തി ഉണ്ടാവില്ല. നട്ടെല്ല് തകർക്കും, സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ തകർക്കുന്ന, ആരോഗ്യ രംഗത്തെ തന്നെ തകർക്കുന്ന ഒരസുഖമാണ് ഡിമെൻഷ്യ എന്നുള്ള വസ്തുത നിങ്ങൾ ഇത്തരത്തിൽ ഓർമ്മിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും അൽഷിമേഴ്സ് രോഗം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് പലപ്പോഴും ആളുകൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അത് കണ്ടുപിടിക്കാനുള്ള പുതിയ സ്കാൻ, പെറ്റ് സ്കാൻസും നട്ടെല്ലിൽ നിന്ന് വെള്ളമെടുത്തുള്ള പരിശോധനയും ഒക്കെ ഇപ്പോൾ അവൈലബിളാണ്. പിന്നെ അസുഖം തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അസുഖം തുടങ്ങുന്ന ആൾക്കാർ പ്രധാനമായും ഓർമ്മയ്ക്കാണ് പ്രയാസം ഉണ്ടാകുന്നത്. പക്ഷേ എല്ലാവർക്കും ഓർമ്മയ്ക്ക് മാത്രം പ്രയാസമായിട്ടല്ല തുടങ്ങുക. പലരിലും ചില സ്വഭാവ വ്യത്യാസങ്ങൾ കാണിക്കും. ചിലർക്ക് വഴിതെറ്റിപ്പോകുന്ന അവസ്ഥയുണ്ടാവും. ചിലർക്ക് അതാത് ദിവസങ്ങളിൽ ചെയ്യുന്ന ജോലികളിൽ തടസ്സങ്ങളുണ്ടാവും. ഇങ്ങനെ പല രീതിയിലാണ് ഇത് പ്രസൻറ്റ് ചെയ്യപ്പെടുക. അങ്ങനെ പ്രധാനമായും പ്രസൻറ്റ് ചെയ്യുന്നത് ഓർമ്മയ്ക്ക് പ്രശ്നമായിട്ട് തന്നെയാണ്. പിന്നെ സംസാരശേഷിയിൽ പ്രശ്നങ്ങളുണ്ടാകുന്ന രീതിയിൽ, കാര്യം നമുക്ക് മനസ്സിലാവാത്ത ഭാഷ സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് മനസ്സിലാക്കാതിരിക്കുക, ഇങ്ങോട്ട് മിണ്ടാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചേഞ്ചുകൾ 65 വയസ്സിന് മുകളിൽ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഓർമ്മക്ഷയ രോഗം തുടങ്ങി എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്കുണ്ടാവണം. അതിനുള്ള ചികിത്സ കറക്റ്റ് സമയത്ത് കൊടുത്ത് ആളെ മോഡിഫൈ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ലോകം ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഈ രോഗത്തിന് കാരണമായി തലച്ചോറിൽ ചില വേസ്റ്റുകൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അത് അമൈലോയ്ഡ് ബീറ്റ എന്ന് പറയുന്ന വേസ്റ്റും താവു എന്ന് പറഞ്ഞൊരു വേസ്റ്റുമാണ്. അത് പ്രോട്ടീനാണ്. അത് തലച്ചോറിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് ഇതിൻ്റെ കാരണമായി പറയുന്നത്. ഇത് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള കാരണം ഇത് ക്ലിയർ ചെയ്യേണ്ടത് ഉറക്ക സമയത്താണ്. പരമാവധി ഉറക്കം വേണം എന്ന് പലപ്പോഴും ശടിക്കുന്നതിൻ്റെ കാര്യം, 6 മുതൽ 8 മണിക്കൂർ വരെ എല്ലാവർക്കും ഉറക്കം വേണമെന്ന് പറയുന്നതിൻ്റെ കാര്യം, ഈ വേസ്റ്റുകൾ തലച്ചോറിൽ അടിഞ്ഞുകൂടുന്നത് തടയുന്നത് ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞൊരു സിസ്റ്റത്തിലൂടെ ഈ വേസ്റ്റുകളെ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ടാണ്. അത് ഉറക്കത്തിലാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ശരിയായ ഉറക്കം ഓർമ്മക്ഷയ രോഗം തടയാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഒറ്റപ്പെടൽ, നമ്മുടെ സാമൂഹ്യ ചുറ്റുപാട്, നമ്മുടെ ഉള്ളിലുള്ള നെറ്റ്വർക്ക്, തലച്ചോറൊരു നെറ്റ്വർക്ക് സിസ്റ്റമാണ്. തലച്ചോറ് നമ്മുടെ കമ്പ്യൂട്ടർ പോലുള്ള ഒരു നെറ്റ്വർക്ക് സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനത്തിന് എപ്പോഴും നമ്മൾ കണക്റ്റഡ് ആയിരിക്കണം. അന്നേരം ഒരു മനുഷ്യൻ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട കോവിഡ് സാഹചര്യം ഇവിടെ ഉണ്ടായപ്പോഴാണ് ഈ ഓർമ്മക്ഷയ രോഗത്തിൻ്റെ ചെറിയ സിംറ്റംസിൽ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം കോവിഡ് കഴിഞ്ഞതോടുകൂടി അതിൻ്റെ വലിയ രോഗാവസ്ഥയിലേക്ക് പോയത്. കാര്യം നമ്മൾ ഒറ്റപ്പെട്ടു പോയ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓർമ്മക്ഷയ രോഗികളുടെ എണ്ണം കോവിഡിന് ശേഷം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നൊരു 2 ഇരട്ടിയെങ്കിലും വർദ്ധിച്ചിട്ടുണ്ടാവും എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പിന്നെ കോവിഡ് തന്നെ ഓർമ്മക്ഷയ രോഗം ഉണ്ടാക്കുന്ന, ഓർമ്മ നിശ്ചയിക്കുന്ന അമിഗ്ഡല, ഹിപ്പോകാമ്പസ് എന്നൊക്കെ പറഞ്ഞ തലച്ചോറിൻ്റെ ചില ഭാഗങ്ങളാണ്. അവിടെ വന്നാണ് ഈ വൈറസ് അറ്റാക്ക് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ രോഗികൾക്ക് ഓർമ്മക്ഷയ രോഗം ഉണ്ടാവാറുണ്ട്. പിന്നെ അൽഷിമേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് പ്രധാന കാരണം രക്തക്കുഴലിലുണ്ടാകുന്ന ബ്ലോക്ക്. ചില പ്രത്യേക ഏരിയയിൽ തലാമസ് എന്ന് പറഞ്ഞ തലച്ചോറിൻ്റെ ഒരു സ്ട്രക്ചറുണ്ട്, അല്ലെങ്കിൽ ഓർമ്മ നിശ്ചയിക്കുന്ന തലച്ചോറിൻ്റെ ടെമ്പറൽ ലോബ് എന്ന് പറഞ്ഞ സ്ട്രക്ചറുണ്ട്. അവിടെയൊക്കെ രക്തക്കുഴലിൽ അടവ് വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള രോഗികളും പെട്ടെന്നുള്ള ഓർമ്മക്ഷയ രോഗമായി പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അത് വാസ്കുലർ ഡിമെൻഷ്യ എന്നാണ് ഞങ്ങൾ പറയുക. അൽഷിമേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വാസ്കുലർ ഡിമെൻഷ്യ. പിന്നെ മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഡിമെൻഷ്യ വിത്ത് ലൂയി ബോഡി എന്ന് പറഞ്ഞൊരു ടൈപ്പാണ്. പിന്നുള്ളത് മിക്സഡ് ടൈപ്പുകളാണ്. ഇങ്ങനെയുള്ള 4 ടൈപ്പുകൾ പ്രധാനമായും ഓർമ്മക്ഷയ രോഗത്തിൻ്റെ കാറ്റഗറിയിൽ വരുന്ന പ്രധാന വിഭാഗത്തിൽപ്പെടുന്ന സാധനമാണ്. പിന്നെ 4ാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഫ്രണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ എന്ന് പറയുന്ന ഒരു ടൈപ്പാണ്. അതിൽ ഭാഷയിലാണ്, ബിഹേവിയറിലാണ്, സ്വഭാവത്തിലാണ് വ്യത്യാസം വരുന്നത്. സോ ഭാഷ കൈകാര്യം ചെയ്യുന്നതിന് അവർക്ക് വലിയ പ്രയാസം കാണും, ബിഹേവിയറിൽ പ്രയാസം കാണും. സൈക്യാട്രിക് പേഷ്യൻസ് ബിഹേവ് ചെയ്യുന്ന പോലെയാണ് അവർ ബിഹേവ് ചെയ്യുക. സോ ഇതെല്ലാം 65 വയസ്സിന് ശേഷമാണ് ഉണ്ടായി തുടങ്ങുന്നതെങ്കിൽ നിങ്ങൾ കരുതുക, ഇത് മാനസിക രോഗമല്ല, ഇത് ഓർമ്മക്ഷയ രോഗത്തിൻ്റെ തുടക്കമാണ്. ചികിത്സ വൈകിപ്പിക്കാതെ സൈക്യാട്രിസ്റ്റും ന്യൂറോളജിസ്റ്റും എല്ലാം ചേർന്ന് ട്രീറ്റ് ചെയ്യേണ്ട ഒരു അസുഖമാണെന്ന് മനസ്സിലാക്കുക.
കറക്റ്റായിട്ട് അത് ഇവാലുവേറ്റ് ചെയ്യുക. പിന്നെ ഈ ചോദ്യം, ഈ റിസ്ക് കുടുംബത്തിൽ ഇത് ഉണ്ടാകുമോ എന്നുള്ള അതിനുള്ള റിസ്കിനുള്ള സാധ്യത 15% താഴെയാണെങ്കിൽ തന്നെ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിക്കാം. അതിനുള്ള അഡ്വാൻസ് ടെക്നിക്കുകൾ ഇപ്പോൾ അവൈലബിൾ ആയി തുടങ്ങിയിരിക്കുന്നു. അതുപോലെ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റുകളും അവൈലബിൾ ആയി തുടങ്ങിയിരിക്കുന്നു. പക്ഷേ അത് മില്യൺസ് ഓഫ് ഡോളേഴ്സ് വില വരുന്ന മരുന്നുകളാണ്. ലെക്കാനിമാബ്, ഡൊനാനിമാബ് എന്നൊക്കെ പറഞ്ഞ മരുന്നുകളാണ്. അത് നമ്മുടെ മാർക്കറ്റിലെത്താൻ ഇനിയും ഒത്തിരി വൈകും. പിന്നെ നമ്മുടെ അതിൻ്റെ അഫോർഡബിലിറ്റിയുടെ പ്രശ്നങ്ങൾ വരും. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഓർമ്മക്ഷയരോഗം വരാതിരിക്കാൻ ശരിയായ രീതിയിൽ ഉറങ്ങാനും ശരിയായ രീതിയിലുള്ള ജീവിതചര്യകൾ പാലിക്കാനും എല്ലാവരുമായും കണക്റ്റഡായിട്ടിരിക്കാനും എപ്പോഴും ഇപ്പോൾ പരമാണു കുടുംബത്തിലെത്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ പഴയ കാലഘട്ടത്തിലെ ആ കുടുംബ വ്യവസ്ഥ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ളത്. കാര്യം ഗ്രേയിങ് നേഷൻസിൽ ഇങ്ങനെ പരമാണു കുടുംബമാകുമ്പോൾ വയസ്സായ ആൾക്കാരെ 65 വയസ്സിന് മുകളിലുള്ളവരെ തഴയുന്ന ഒരു സ്വഭാവമാണ് നമ്മുടെ സമൂഹത്തിന് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള രോഗികൾ വല്ലാതെ സഫർ ചെയ്യുന്നുണ്ട്. ഈ രോഗി സഫർ ചെയ്യുന്നതിനേക്കാളും രോഗിക്ക് ഇപ്പോൾ കെയർ കൊടുക്കാൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരായിരിക്കും കൂടുതൽ സഫർ ചെയ്യുന്നത്. കാര്യം രോഗിക്ക് ഓർമ്മയ്ക്ക് പ്രയാസമുള്ളതുകൊണ്ട് രോഗി ഇതിനെക്കുറിച്ചൊന്നും ബോധേഡല്ല. നമ്മളാണ് ഇതിനെക്കുറിച്ച് ബോധേഡാവേണ്ടത്. പിന്നീട് ഇതിൻ്റെ ഓർമ്മയുടെ ഒരു പ്രത്യേക പാറ്റേൺ എന്ന് പറയുന്നത് അതാത് ദിവസങ്ങളിലുള്ള കാര്യങ്ങൾ ഓർക്കാനായിരിക്കും ഇവർക്ക് പ്രയാസം. ഇവരുടെ പഴയ കാര്യങ്ങളൊക്കെ ഇവർക്ക് പലപ്പോഴും പല രോഗികൾക്കും നല്ലതുപോലെ ഓർമ്മ കാണും. അതുകൊണ്ട് തന്നെ ഇത് മറ്റുള്ളവർ സംശയം ജനിപ്പിക്കും. കാര്യം ഇത് ആക്ട് ചെയ്യുകയാണോ എന്നുള്ള തെറ്റിദ്ധാരണ, അത് അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇത് ക്ലാസിക്കൽ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ട്, പക്ഷേ കൗണ്ടറിൽ പൈസ ഇല്ല. അതാത് ദിവസത്തെ കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് പറ്റില്ല, പക്ഷേ ഡെപ്പോസിറ്റ് അവിടെ പ്രിസർവ്ഡ് ആണ്. ഇതാണ് ക്ലാസിക്കൽ ഓർമ്മക്ഷയ രോഗം. സോ അൽഷിമേഴ്സ് ഇത്രയും സാമൂഹ്യ വ്യവസ്ഥയെ പിടിച്ചുലയ്ക്കാൻ പോകുന്ന ഒരു വലിയ വിപത്താണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ ഓരോരുത്തരും ഇത് തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ വീട്ടിലുള്ളവരെ ശ്രദ്ധിച്ച് പ്രായമുള്ള ആൾക്കാരെ നെഗ്ലക്റ്റ് ചെയ്യാതെ 65 വയസ്സിന് മുകളിലുള്ളവരെ ചേർത്ത് പിടിക്കാനും അവരെ നിങ്ങളോട് അടുപ്പിക്കാനും അവർക്ക് വേണ്ടുന്ന ചികിത്സ സമയത്ത് നൽകാനും നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഓർമ്മക്ഷയ രോഗ ദിനം ഒരു മെസ്സേജായി ഇത് നിങ്ങളുടെ കുടുംബത്തിൽ മുഴുവൻ പരക്കട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. നന്ദി, നമസ്കാരം.